ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കണമെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് ഞാൻ. ഓക്കെ, അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ സവോള കട്ട് ചെയ്യാണ് കേട്ടോ. സവോള കട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ബിരിയാണിക്കും അങ്ങനെ നൈസായി കട്ട് ചെയ്താൽ തന്നെയാണ് കുറച്ച് ടേസ്റ്റും അതേപോലെ തന്നെ സെറ്റാവുള്ളൂ. ഇതാ അപ്പോൾ സവോള കട്ട് ചെയ്ത് കണ്ടോ, ഞാനതാണ് സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. അത്രയും നൈസായിട്ടാണ് കട്ട് ചെയ്താണത്. അങ്ങനെ ഇതാ ഇപ്പോൾ ഇതേ ചെമ്മീൻ, നല്ല വലിയ ചെമ്മീനാണ്, മാഗ്നേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആകെ 3 ഇൻഗ്രീഡിയൻസേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇച്ചിരി മുളക് പൊടി കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും ആഡ് ചെയ്യാനൊരു സീൻ കാണാം കേട്ടോ. കാരണം ഒന്നാമത് വലിയ ചെമ്മീനല്ല, അപ്പോൾ നല്ലോണം ഇച്ചിരി എരി കൂടുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ മാഗ്നേറ്റ് ചെയ്ത് എത്രത്തോളം സമയം വെക്കാൻ പറ്റണോ അത്രയും നല്ലതാണ്. അപ്പം ഇപ്പോഴത്തെ ഫസ്റ്റ് തന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അത് നല്ലോണം സെറ്റായി പിടിച്ചോളും. നമ്മുടെ മസാല ഉണ്ടാക്കുന്ന ടൈം കൊണ്ടേ ഇത് നല്ലോണം സെറ്റായിക്കോളും. അപ്പോൾ അതാ അങ്ങനെ ചെമ്മീൻ നല്ലോണം മാഗ്നേറ്റ് ചെയ്യണതാണ് കാണുന്നത്. പിന്നെന്താ, ഫ്രൈ ചെയ്യാൻ പോവാണ്. ഒരു പാൻ വെച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യണുള്ളൂ. ജസ്റ്റ് ഒന്ന് മൊരിയിപ്പിക്കുക, ഷാലോ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ തന്നെ അത് എടുക്കും, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞങ്ങളുടെ ഒരു അളവിന് എത്രത്തോളം നമ്മൾ ചെമ്മീൻ എടുക്കുന്നുണ്ട്, 1 കിലോനാണെങ്കിൽ അതിനുള്ള അളവിന് അങ്ങനെ കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെയും എരിവ് അനുസരിച്ച് ഇടാം. ഞങ്ങളൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി 3 കഷ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി ചെറിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് വീണ്ടും ഞാൻ ഷാലോ ഫ്രൈ ചെയ്യണത് വീണ്ടും എടുത്തു എന്നുള്ളൂ. ഇനി എന്താ, നമ്മൾ നേരത്തെ ഇതാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചത് കേട്ടോ. ഇങ്ങനെ ഇത്രയും നല്ലോണം നല്ലോണം അരയണം. അല്ലാണ്ട് കുറച്ച് ഗ്രൈൻഡ് ചെയ്താൽ പോരാ, നല്ലോണം പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. ഇങ്ങനെയാണ് ഷാലോ ഫ്രൈ ആവാൻ പാടുള്ളൂ. അതാണ് ഞാൻ എടുത്തെടുത്ത് ആ വീഡിയോ കാണിച്ചത് കേട്ടോ. കണ്ടോ, ഇത്ര ആവാൻ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രൈ, ഒന്ന് മൊരിയുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ നല്ലോണം ഞാൻ സൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേഗം എടുക്കും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇടുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് നമ്മൾ ആ കടായിലൊന്ന് കയ്യിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കും ഞാൻ എടുക്കും. കണ്ടോ, വെന്തിട്ടൊന്നുമില്ല ചെമ്മീൻ, നോർമലി ഒന്ന് ഷാലോ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അടുത്ത് മസാല തയ്യാറാക്കാം. അതിനൊരു കടായി പാൻ വെച്ചിട്ട് അതിലോട്ട് ചെമ്മീൻ വറുത്ത എണ്ണ വേണം ഒഴിക്കാൻ. അതിൻ്റെ കൂടെ പ്ലസ് നമ്മുടെ നോർമലി വെളിച്ചെണ്ണയും ചേർക്കണം. ചെമ്മീൻ വറുത്ത എണ്ണ ചേർക്കണത് ടേസ്റ്റിനാന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങളതും ചേർത്തത്. ഇനി നോർമലി നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ ഓർ ഓയിൽ, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ നമ്മൾ നൈസായിട്ട് എരിഞ്ഞ് വെച്ച സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി. ഓരോന്നിനും ഓരോ ടൈപ്പ് പോലെയാണ് ഓരോരുത്തരുണ്ടാക്കുക. ഇതിപ്പോൾ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ കാണിച്ചു തരുന്നു. പക്ഷേ എളുപ്പം കഴിഞ്ഞു. ഈ ചെറിയൊരു കട്ടിങ്ങിൻ്റെ ഒരു ലാഗ് തന്നെ ഉള്ളൂ. അല്ലാതെ ചെമ്മീനൊന്നും ഇപ്പോൾ അധികം മാഗ്നേറ്റ് ചെയ്ത് വെക്കാനൊന്നും അത്ര പാടുള്ള പണിയൊന്നുമില്ലല്ലോ. പിന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കണം, അത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെക്കണം. ആ ഒരു ഇത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ സവോള ഇടുമ്പോഴേ കണ്ടോ, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വിടിയിപ്പിച്ചിടുക. അപ്പോൾ അത് സ്പ്ലിറ്റായി പൊക്കോളും. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ഒന്നാമത് നമ്മൾ അത്രയും നൈസായിട്ട് എരിഞ്ഞാണ്. അപ്പോൾ ഇടുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി ഇടുമ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് വിട്ട് വന്നോളൂ. പിന്നെ എന്താ അപ്പോൾ എണ്ണയിൽ സവോള ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ വേഗം സോട്ടായി വരും. അപ്പോൾ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി കുറച്ച് ഉപ്പും കൂടി വേഗം ഇട്ട് കൊടുക്കുക. അപ്പോൾ സവോള വേഗം സോട്ടായി വരും. വല്ലാണ്ട് ബ്രൗൺ ആക്കണില്ല ഞങ്ങൾ, നോർമലി ഒന്ന് സെറ്റായി വരുമ്പോൾ തന്നെ ഇതാക്കാം കേട്ടോ. അല്ലാണ്ട് ഈ ചിക്കനൊക്കെ ചെയ്യണ പോലെ വല്ലാണ്ട് മൂപ്പിച്ചൊന്നും എടുക്കണില്ല. നോർമലി എങ്ങനെ നമ്മൾ സവോള സോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ചെറിയൊരു ബ്രൗണിഷ് നിറായാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെന്താ, ഇത് സവോള കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞങ്ങൾ അങ്ങനെ ഇളക്കിയത്. സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട സമയം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ.
ആ 3 കൂടി അരച്ചത് അത് ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ. നല്ലോണം അതിൻ്റെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക. പച്ചക്കുത്ത് ഒന്നാമത് പച്ചമുളകൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല കുത്തുണ്ടാവും. അപ്പോൾ അത് നല്ലോണം സോട്ട് ചെയ്ത് ആ പച്ചമണം മാറ്റിയെടുത്തിട്ട് വേണം പൊടികളിടാൻ. നല്ലോണം മിക്സാക്കി ഇളക്കി കൊടുക്കാം. ഇത് കൈയെടുക്കാണ്ട് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലും പിടിക്കും. ഇത് തക്കാളിയാണ് കേട്ടോ, ഞങ്ങളൊരു ചെറിയ 2 തക്കാളി അരിഞ്ഞതാണ്. അപ്പോൾ എന്താ വീണ്ടും അതിൻ്റെ പച്ചക്കുത്തേക്ക് മാറി വന്നിട്ടുണ്ട്, നല്ലോണം സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞങ്ങൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത്. ഒരു 1/4 ടീസ്പൂൺ നിങ്ങളെടുത്ത അളവിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ 3 പൊടികളാണ് ഞങ്ങളിപ്പോൾ ചേർക്കണുള്ളൂ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മുളക് പൊടി ഇടണു. അത് ആവശ്യത്തിന് എരിവ് പോലെ. ഓൾറെഡി പച്ചമുളക് ഞങ്ങളൊരു 5 ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവ് പോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇനി മസാലയുടെ പച്ചക്കുത്ത് ആ പച്ചമണം മാറണ വരെ. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് തക്കാളി ആഡ് ചെയ്യണ സീനാണ്. തക്കാളി ഇട്ടു കേട്ടോ. തക്കാളി ഇട്ടിട്ട് മൂടി വയ്ക്കുക. ആ സ്റ്റീമിലിരുന്ന് വേവണം. ഇനി അടുത്തത് അരി കഴുകാം. അരി കഴുകിയിട്ട് അരിക്കുള്ള പണികൾ നമുക്ക് നോക്കാം. 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. ജീരകശാല റൈസാണ് കേട്ടോ എടുത്തത്. ഞങ്ങൾക്ക് ജീരകശാലയാണ് ഇഷ്ടം കേട്ടോ. ജീരകശാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തക്കാളി വാടിയൊന്ന് നോക്കാണ് കേട്ടോ. പക്ഷെ ഒന്നും കൂടി ഒന്ന് ഉടയാനുണ്ട്. അപ്പം നമ്മളൊന്നും കൂടി ഒന്ന് മൂടി വയ്ക്കും കേട്ടോ. ഇനി ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇതും കൂടി ഉണ്ട്. ഗരം മസാല ഇപ്പോഴാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. തക്കാളി ഒന്ന് വാടി ഇതായി സെറ്റ് വരുമ്പോൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്നും കൂടി അതിരുന്ന് ഇതാവും. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ നമ്മൾ വേവിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടുള്ളൂ. ഇനി ചെമ്മീൻ ഇതിൽ കിടന്ന് വേവണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഓൾറെഡി ചെമ്മീനിൽ വെള്ളമുണ്ട്. അതുമാത്രമല്ല നമ്മളും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം അത്രയും നല്ല വേവുണ്ടല്ലോ ചെമ്മീൻ. വെള്ളം ഒഴിച്ച് വെച്ചിട്ട് സെറ്റാക്കി വേവിക്കാൻ വയ്ക്കാം. അതാണ് കണ്ടോ, വെള്ളം ഒഴിച്ച സീനാണ് കേട്ടോ അത്. അല്ലാണ്ട് അത് ചെമ്മീൻ്റെ വെള്ളമല്ല, ഞങ്ങൾ ഒഴിച്ച വെള്ളമാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അരി സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ പോണ സീനാണ്. നമ്മൾ നോർമലി ഒരു പാത്രം വയ്ക്കുക. അതിലോട്ട് ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, പിന്നെന്തായിരുന്നു ഏലക്ക അല്ലേ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ആ ഫ്ലവർ പോലെയൊക്കെ ഇല്ലേ, ഒരു ചെറിയ നക്ഷത്രം പോലെ കിടക്കുന്നത്, അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്രയും 4 സാധനങ്ങൾ നമ്മളിട്ടിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ച് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. ആ ഒരു സ്റ്റേജാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്യണത്. ബേ ലീഫ് ഒരു 3-4 ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ അത് ഫുള്ള് ഇട്ടത്. അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരി വേവിക്കാൻ വേണ്ടി ചിലവർ പച്ചവെള്ളം ഒഴിക്കണവരുണ്ട്. ഞങ്ങൾ ഇളം ചൂടുവെള്ളമാണ് റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചൂടുവെള്ളം വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞാണ് ഇപ്പോൾ. അപ്പോൾ അരി നല്ലോണം ഇളക്കുക. അതിന് മുമ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇതിൽ സവോള വാട്ടണ സീനുണ്ട്. സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ റൈസിലോട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അതിലോട്ടും ഞങ്ങളൊന്നൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പട്ട ഗ്രാമ്പൂ ഇട്ടത്. എന്നിട്ട് ആ വാട്ടിയ സവോളയും പട്ട ഗ്രാമ്പും കൂടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചൂടുവെള്ളം വെച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഇതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ അരി ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ്. ഉപ്പ് നമ്മൾ പാകത്തിന് നോക്കിയിട്ടിടാം.
അതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ അരി ഒന്നിനൊന്നിന് ഇങ്ങനെ പിടിച്ചിരിക്കും. അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പട്ട ഗ്രാമിൻ്റെ അപ്പം അരിയിട്ടൊന്ന് വറുത്ത് സോട്ട് ചെയ്ത പോലെ എടുക്കുന്നത്. ഇതാ നമ്മുടെ ചെമ്മീൻ കറി ഇതാ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല കളറ്, നല്ല കാണുമ്പോൾ തന്നെ എനിക്കിപ്പോഴും കൊതി വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഇന്നലെ ഉണ്ടാക്കിയ വീഡിയോ ആയിരുന്നു, ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഇന്നാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതാ നമ്മുടെ അരി തിളയ്ക്കണ സീനാണ്, അത് ഞാൻ അത്രയും സൂം ചെയ്തെടുത്തു ഗൈസ്. അപ്പോൾ അതാ അരി തിളച്ച് വരുന്നുണ്ട്. ഇനി എന്താ ചെമ്മീൻ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നാരങ്ങ ആട്ടോ പിഴിയണത്, നാരങ്ങ പിഴിയണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ജസ്റ്റ് ഒന്നും കൂടി സോട്ടാവാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചു എന്നുള്ളൂ. നമ്മുടെ ബിരിയാണി നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമ്മുടെ നോർമലി നമ്മൾ ചെയ്യണത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വറുത്തിടാം. അതെ, ചെമ്മീൻ കറി സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒന്നുകൂടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലോണം വെന്തു സെറ്റായിട്ടുണ്ട്. ഇത് അപ്പുറത്തൊരു പാത്രത്തിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നെയ്യിൽ വറുത്തെടുക്കുന്ന സീനാണ്. എന്നിട്ട് നമ്മുടെ ബിരിയാണിയിലോട്ട് അത് ഇതാക്കി. ഇതിന് നമ്മൾ നെയ്ച്ചോറെന്നും പറയാം, ബിരിയാണി എന്നും പറയാം. ഞങ്ങൾ ബിരിയാണി എന്ന് പറയുന്നു, നെയ്ച്ചോറെങ്കിൽ നെയ്ച്ചോറായിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ഇനി അതിലോട്ട് പൈനാപ്പിൾ എസൻസും പിന്നെന്താ കളർ പൊടിയില്ലേ അതും കൂടി മഞ്ഞ കളർ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ് കേട്ടോ. എല്ലാം കൂടി ഒരു മോഡിഫൈ രൂപമാവട്ടെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി തെളിച്ച് കൊടുത്തു. ഇനി അതൊന്നും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യും. എന്തായാലും സംഭവം സെറ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല റൈസായിരുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് അവിടെ എല്ലാ സംഭവവും സെറ്റായി. ഞങ്ങളുടെ ഗാർണിഷിംഗ് ആണ് ഗൈസ്. ഞങ്ങൾക്ക് പറ്റുന്ന വിധമാണ്. ഒരു കുഴപ്പമുണ്ടായി, സർലസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി സെറ്റായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ.